നാണം കെട്ടവനെ. അവൻ വന്നിരിക്കുക ഉളുപ്പില്ലാതെ ഇവന്റെ ഇപ്പുറത്തോട്ട് കയറ്റി ഇരുത്തിയേക്കുക. അവനെ പറ്റി ഈ പരാതി നിന്റെ മോളെ പറ്റിയാ. നിന്റെ മോളാ അജു അലക്സിനെ പറ്റിയിട്ട് ഞാൻ പറയുകയാണെങ്കിൽ ആദ്യം ചെകുത്താനെ പറ്റിയിട്ട് പറയണം. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഈ ചെകുത്താനും കാലനും കഞ്ഞി വെച്ച ഇവൻ തന്നെയാണ് അജു അലക്സ്. ഇവൻ എല്ലാവർക്കും അറിയാം. കുറച്ച് നാൾ മുന്നേ ജയിലിലൊക്കെ ഒന്ന് കയറി ഇറങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. സിദ്ദിഖ് കൊണ്ട് കേസൊക്കെ കൊടുത്ത് അത്യാവശ്യം കുറച്ചൊക്കെ ഒന്ന് കയറി ഇറങ്ങി ഒന്ന് വേർത്തിട്ടൊന്ന് വന്നായിരുന്നു. എന്നാലും ഇവന്റെ കുത്തിക്കഴപ്പിന് കുറവൊന്നുമില്ല. ഈ മെയിൻ സ്ട്രീം നിൽക്കുന്ന നടന്മാരെ ഒക്കെ പറഞ്ഞ് അതുവഴി ഒരു ഹൈപ്പ് ഉണ്ടാക്കി നെഗറ്റീവായാലും കുറച്ച് റീച്ച് ഉണ്ടാക്കാൻ വേണ്ടി ഇവൻ കാണിക്കുന്ന ഒരു കുത്തിക്കഴപ്പായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. ഇവനൊരു വിടലയാണെന്ന് ഇവന്റെ മുഖത്ത് തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. അമ്മാതിരി അവരായിട്ടാണ് ആ വഴി ആ നാക്ക് വഴി തുപ്പിക്കൊണ്ടിരിക്കുന്നത്. മോഹൻലാലിനെ മമ്മൂട്ടിയും സിദ്ദിഖിനെയൊക്കെ പറഞ്ഞ് അങ്ങ് വലിയ കൈയടി നേടാം എന്നാണ് ഇവന്റെ വിചാരം. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോൾ ഇവന്റെ പ്രാക്കാണ് സിദ്ദിഖിന് കിട്ടിയെന്ന് ഞാൻ വരെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവൻ ചെയ്യുന്ന അത്ര നല്ല പരിപാടിയൊന്നുമല്ല. വന്നിരുന്നിട്ട് അങ്ങനെ വായും തുറന്നിട്ട് അപരാധം പറഞ്ഞ് കൂട്ടുന്നതിന് കൈ കണക്കില്ല. വയനാട്ടിലെ ആ ഇഷ്യൂ ഒക്കെ വന്ന സമയത്ത് മോഹൻലാൽ കട്ടയ്ക്ക് നിന്നതിന് ഇവൻ മാത്രമാണ് വിമർശിച്ച് ഞാൻ കണ്ടുള്ളൂ. അതും വിമർശനം മാത്രമല്ല, ഇവൻ പച്ച അപരാധമാണ് വിളിച്ച് പറഞ്ഞത്. അതിനെ തുടർന്നാണ് ഒന്ന് കേസും കാര്യങ്ങളൊക്കെ കൊടുത്ത് ആശാൻ ഒന്ന് കയറി ഇറങ്ങി ഒന്ന് വേർത്തിട്ട് വന്നത്. എന്നിട്ട് ഇപ്പോഴും അവന്റെ കുത്തിക്കഴപ്പിന് ഒരു കുറവില്ല. മമ്മൂട്ടിയും മോഹൻലാലിനെയൊക്കെ ഇവൻ ഇപ്പൊ പറയുന്നത് നിങ്ങളൊന്ന് കേൾക്കണം. അതിലും ഏറ്റവും കൂടുതൽ എടുത്തു പറയുന്നത് സിദ്ദിഖ്, മമ്മൂട്ടി, ദുൽഖർ എന്നുള്ള ആ ഒരു രീതിയാണ്. ഈ നാറ് എടുത്തെടുത്ത് സംസാരിക്കുന്നത്. നമുക്ക് ആദ്യം ഒന്ന് കേട്ടോ. ഇവനിട്ട് രണ്ട് പറഞ്ഞില്ലെങ്കിൽ എനിക്കൊരു സമാധാനമില്ല. ഒരു പ്രത്യേക സാഹചര്യം, അതായത് ഒരു കേസ് വരികയാണ്, ഒരാൾക്കെതിരെ ഒരു പരാതി കിട്ടുവാണ്. അതിൽ ഒരു പെൺകുട്ടി, ഒരു ചെറുപ്പക്കാരിയായ പെൺകുട്ടി, അച്ഛന്റെ പ്രായമുള്ള ഒരുത്തൻ അവളെ കയറി പിടിക്കാൻ നോക്കി, അങ്ങനാക്കി ഇങ്ങനാക്കി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു നാണം കെട്ട കേസ് വരിക, ഒരു കച്ചറ പരിപാടി വരിക. അതിപ്പോൾ നമ്മൾ കേട്ടിട്ട് വിശ്വസിക്കാതിരിക്കാം, രണ്ടും ആവാം. പക്ഷെ നമുക്ക് ചുറ്റുപാട് നിൽക്കുന്നിടത്തൊന്നും വല്ലതൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് ശരിയാണ് സുഹൃത്താണ്, അതുകൊണ്ട് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടായിരിക്കാം എന്നൊക്കെ പറഞ്ഞാൽ പോലും അത് ഓക്കെ, അത് നമുക്ക് മാത്രം വിശ്വസിക്കാതിരുന്നാൽ മതി. അല്ലാതെ ഇതിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് എന്താ പറയുക, നാട്ടുകാരെല്ലാം ബോധിപ്പിക്കുന്ന ആവശ്യമൊന്നുമില്ല. എനിക്കിത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ്. നീ നിർത്ത്, നീ പറയാൻ ഉദ്ദേശിച്ച കാര്യത്തിലോട്ട് വാ. നിനക്ക് മമ്മൂട്ടിയെ ചീത്ത വിളിക്കുന്നു, അതിനെല്ലാം നീ വീഡിയോ ചെയ്തത്, നീ അതിലോട്ട് വാ. അല്ലാണ്ട് കിടന്ന് മെഴുകാതെ നീ കുറെ കൊണവധികാരമൊന്നും അടിക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോടാ കാല. ഇപ്പൊ മമ്മൂട്ടി കഴിഞ്ഞ ദിവസം എന്തോ ഒരു പടത്തിന്റെ പ്രൊമോഷന് നസ്ലിം വന്ന് കയറി എന്ന് പറയുന്നതാണ് ഹൈലൈറ്റ്. സർപ്രൈസ് ആയിട്ട് നസ്ലിം വന്ന് കയറി. ഏതോ ഒരു പടം, ഏതാ പടം എന്ന് കയറത്തില്ല. അപ്പോൾ തൊട്ടപ്പുറത്തിരിക്കുന്ന സിദ്ദിഖ്, മമ്മൂട്ടി നാണമുണ്ടോടാ നിനക്ക്, ഉളുപ്പുണ്ടോടാ നിനക്ക്? നിന്നെയൊക്കെ എന്താ വിളിക്കണ്ടേ? നാണം കെട്ടവനെ. അവൻ വന്നിരിക്കുക ഉളുപ്പില്ലാതെ ഇവന്റെ ഇപ്പുറത്തോട്ട് കയറ്റി ഇരുത്തിയേക്കുക. അവനെ പറ്റി ഈ പരാതി നിന്റെ മോളെ പറ്റിയാ. നിന്റെ മോളാ നിന്നോട് പറഞ്ഞാൽ നീ ഇരുത്തോടെ അവനെ കൂടെ. നീ അങ്ങനെ വിചാരിച്ചാൽ മതി. അവള് സത്യമാണോ കള്ളമാണോ പറയണമെന്ന് നീ അറിയണ്ട. എങ്കിൽ പോലും ഇത്തിരി പണി കാണിച്ച ഒരുത്തന്നെ നിന്റെ മോളോടെ കാണിച്ചെങ്കിൽ നീ അവനെ നാളെ ഇതുപോലെ പിടിച്ചിരുത്തോടാ. മമ്മൂട്ടി നാണം ഇല്ലാത്തവനെ. നിനക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാവില്ല, നിനക്ക് ചിലപ്പോൾ അത്ര വിശ്വസിക്കാൻ പറ്റത്തില്ലായിരിക്കും. അല്ല, ആ പെണ്ണൊക്കെ ഒരു മോശക്കാരി പെണ്ണല്ലേ, നിന്റെ മോള് മാത്രമല്ലേ മോളുള്ളൂ. അല്ല, നിന്റെ മോക്ക് മാത്രമേ അന്തസ്വഭാവമൊക്കെ ഉണ്ടാകത്തുള്ളൂ. അവള് മാത്രമേ സത്യം പറയത്തുള്ളായിരിക്കും. ബാക്കിയുള്ളവരൊക്കെ പറയുന്ന കള്ളമാണെന്നായിരിക്കും നിനക്ക് തോന്നുന്നത് അല്ലേ? കൂടെ കൊണ്ട് ഇരുത്താൻ പറ്റിയൊരു മുതല് നാണം ഉണ്ടോ നിനക്ക്? നിനക്കെന്താളാ ചെറുത്താനെ ചൊറിയുന്നത്? നിന്നെ അകത്താക്കിയത് കൊണ്ടുള്ള ചൊറിച്ചിലും കടിയലുമാണോ നിനക്ക്? നിനക്ക് സിദ്ദിഖിനെ മമ്മൂട്ടി പിടിച്ച് അടുത്തിരുത്തിയപ്പോൾ നിനക്ക് എന്തുകൊണ്ട് അങ്ങ് ചൊറിയുന്നു? നീ അതിന് മമ്മൂട്ടിയെ വിമർശിക്കാണ്ട് മമ്മൂട്ടിയുടെ മോളേക്ക് എന്തിനാണ് നീ ഈ പറയുന്ന ആഭാസം? വാ തുറന്ന പച്ച അപരാധം മാത്രം നീ എന്തിനാ പറയുന്നത്? നിനക്ക് സിദ്ദിഖിനെ അവിടെ ഇരുത്തിയതിൽ നിനക്ക് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ നിനക്കത് മാന്യമായ രീതിയിൽ പറയാം. പകരം നീ എന്താ ചെയ്യുന്നത്? മമ്മൂട്ടിയുടെ മകളെ ഉൾപ്പെടുത്തി വളരെ മോശമായ രീതിയിൽ വൾഗാരിറ്റി നിറഞ്ഞിട്ടാണ് നീ ഈ ഒരു സാധനം സംസാരിക്കുന്നത്. നിന്നെ പിടിച്ച് നീ ഒന്നുകൂടി ജയിലിൽ കയറ്റി ഇറക്കി നിനക്ക് ഈ ഹൃദയത്തിൽ എന്തോ പരിപാടി പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് പോലീസുകാർ അന്ന് കൈവയ്ക്കാതെ വിട്ടത്. അല്ലെങ്കിൽ ഇനി കയറുമ്പോൾ ചിലപ്പോൾ അതൊന്നും നോക്കിയെന്ന് വരത്തില്ല, അങ്ങ് പിടിച്ച് കൈവയ്ക്കും. അതുകൊണ്ട് വായും നാക്കുമൊക്കെ ഉണ്ടെന്ന് വെച്ചിട്ട് സൂക്ഷിച്ച് സംസാരിച്ചില്ലെങ്കിൽ നാട്ടുകാർ അടിയും കൂടി വാങ്ങിച്ചു കൂട്ടേണ്ട ഒരു അവസ്ഥ വരും ചെകുത്താനെ. ചുമ്മാ കടന്ന് വർത്തമാനങ്ങളൊന്നും വിളിച്ച് പറയാതെ. നിനക്ക് മമ്മൂട്ടി ചെയ്തത് ഇഷ്ടപ്പെട്ടില്ല, നിനക്ക് മാന്യമായ രീതിയിൽ വിമർശിക്കാം. പകരം നീ എന്താ ചെയ്യുന്നേ? അങ്ങനെയുള്ള മകളെയൊക്കെ എന്തിനാ നീ ഇതിൽ വലിച്ചിട്ട് ഇങ്ങനത്തെ വൃത്തിയായിട്ട രീതിയിൽ സംസാരിക്കുന്നത്? എന്തുവാടാ നീ? നിനക്കൊക്കെ ഞാൻ ഇങ്ങനെ മറുപടി തരുന്നത് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നീയൊക്കെ ഇമാതിരി അപരാധമാണ് ഇവിടെ വന്ന് പറയുന്നത്. അപ്പൊ നിനക്കൊക്കെ ഉള്ള മറുപടി ഇങ്ങനെ തരാൻ പറ്റത്തുള്ളൂ. കാലിന് കറി വെച്ചാൽ നിനക്ക് നാണുണ്ടോ മമ്മൂട്ടി? നീ ഇത്തക്കാരനാണ്. നീ ഭയങ്കര നന്മയും കുമ്മയൊക്കെ ഇറക്കുമല്ലോ. എന്നിട്ട് ഭയങ്കര വലിയ ഡയലോഗ് അവൻ ഭയങ്കര മിടുക്കനാണ്. അവനങ്ങ് ജനാധിപത്യം കുറെയൊക്കെ അറിയാവുന്നവനാണെന്നുള്ള രീതിയിലൊക്കെ അവനങ്ങ് ഭയങ്കര മാന്യനാണ്. അവന് കെമ്പതി ഉണ്ട്. ഇതുപോലത്തെ കള്ളത്തരം പറഞ്ഞാൽ ഇനി വരരുത് കേട്ടോ. നീ വെറുതെ ഉളുപ്പില്ലാത്തവൻ തന്നെ, നീ നാറിയ, അത്രേ പറയാനുള്ളൂ. ഇവിടെ ഇപ്പൊ മോഹൻലാൽ എന്ന് പറഞ്ഞാൽ പിന്നെയും ഒരു ഇച്ചിരി ഭേദം നിന്നെക്കാളും. അതെനിക്ക് തോന്നുന്നു നിനക്ക് മോഹൻലാൽ ഫാൻസിന്റെ നല്ല ഇടി കിട്ടുകയാണ്. അതുകൊണ്ടായിരിക്കും ഇപ്പൊ മോഹൻലാൽ നല്ലവനാണെന്നുള്ള രീതിയിൽ നീ പറയുന്നത്. അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും അല്ലല്ലോ നിന്റെ പച്ച അപരാധം പിടിച്ച് നാക്കുകൊണ്ട് നീ പറഞ്ഞുകൊണ്ടിരുന്നത്. അങ്ങനെ ആദ്യം വയനാട് ഇഷ്യൂ വന്ന സമയത്ത് നീ മോഹൻലാലിനെ കുറ്റം പറഞ്ഞതിനെ തുടർന്നിട്ടാണല്ലോ ഒന്ന് കയറി ഇറങ്ങി വന്നിട്ട് പോയത്. അതിനുശേഷം നീ വീണ്ടും പഠിച്ചില്ല. സിദ്ദിഖിന്റെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് ആ ഒരു വിഷയം വെച്ചിട്ട് നീ ഇട്ട് താങ്ങുന്നുണ്ട്. സിദ്ദിഖിന്റെ ഭാഗത്ത് ന്യായമുണ്ടെന്നോ സിദ്ദിഖിനെ ഒരിക്കലും ഞാൻ സപ്പോർട്ട് ചെയ്യുന്നോ ഒന്നുമില്ല. പക്ഷെ മമ്മൂട്ടി സിദ്ദിഖിനെ അടുത്തിരുത്തിയെന്ന് വെച്ചുകൊണ്ട് നിനക്കെന്താ ഒരു കുട്ടിയത്?
മമ്മൂട്ടി ഇരുത്തി നിനക്ക് ഇഷ്ടപ്പെട്ടില്ല, നിനക്ക് മാന്യമായ രീതിയിൽ പറയാം ഇങ്ങനെയുള്ള വ്യക്തി എന്തിനാണ് പിടിച്ച് അടുത്തിരുത്തിയത്. പകരം നീ അങ്ങനെ മോളെയൊക്കെ എന്തിനാണ് ഇങ്ങനത്തെ ഒരു മിക്സ് ചെയ്തിട്ടുള്ള സംസാരം, വൃത്തികെട്ട സംസാരം സംസാരിക്കുന്നത്? നീ വെറും അവരറിയാൻ മാറിക്കൊണ്ടിരിക്കുകയാണല്ലോ ചെറുത്ത. കാലിന് കറി വെച്ച കഞ്ഞി വെച്ച ചട്ടിയില്ലാത്തവനെ ഞാൻ പറഞ്ഞാൽ കൂടി പോകും. അവന് ഈ പറഞ്ഞ പോലെ ഇത്രയും ഇതേപോലെ രണ്ട് മുഖമൊന്നുമില്ല, ഒറ്റ മുഖമുള്ള ഒരു മണ്ടൻ മുഖമാണെന്നതാണ്. നീ അങ്ങനെയല്ല, നീ വെറും മറ്റേ ഉടായ്പ മോഹൻ നിന്റെ. നീ എടാ നിനക്കിപ്പോ റീച്ചില്ലാതെ ഇരിക്കുന്നുണ്ടെങ്കിൽ റീച്ചിന് വേണ്ടിയിട്ടാണ് നീ ഇപ്പൊ മമ്മൂട്ടിയുടെ നെഞ്ചത്തൊട്ട് ഇടിച്ച് കയറുന്നതെങ്കിൽ വേച്ചായിരിക്കണടാ കാലാ കറി വെച്ചവനെ എന്ന് എനിക്ക് പറയാനുള്ളൂ. നിനക്ക് ബോധമില്ലേടെ ഇങ്ങനെ വായിക്ക് തോന്നി കോതയ്ക്ക് പാട്ടൊക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ട് വന്നിരിക്കുക? നീ ആരെന്നല്ലേ നിന്റെ വിചാരം? ഈ ഡയലോഗ് എല്ലാം അടിച്ചിട്ട് നീ പിറ്റേ ദിവസം പിന്നോട്ട് ഇരുന്നുകൊണ്ട് അങ്ങ് രസിക്കുവാണല്ലോ, കയറി സ്റ്റേജിലൊക്കെ ഒന്നും ഇരിക്കുക. അതിനൊന്നും അടുപ്പിക്കാൻ കൊള്ളത്തില്ല, മനസ്സിലായോ? അതിനുമുമ്പ് നിന്നെ അടുപ്പിക്കാൻ കൊള്ളത്തില്ല. നിന്റെ വായിൽ നിന്ന് നീ നല്ലത് എന്തെങ്കിലും പറഞ്ഞ ചരിത്രം ഉണ്ടാടേ? നീ ആരെങ്കിലും നല്ലത് പറഞ്ഞിട്ടുണ്ടാ? ഏപ്പെട്ട പെണ്ണുങ്ങളും കാണുന്ന പെൺപിള്ളേർക്ക് ഇത് കാണുന്ന നീ വലിയ മമ്മൂട്ടിയാന്ന് പറഞ്ഞാൽ നീ ഇത്തിരി ആൾക്കാരെ കൂടിയിട്ടെന്ന് പറയുന്നത് ബുദ്ധിമുട്ടുണ്ടാവും. കുറ്റക്കാരനാണ് അല്ലയോ എന്നുള്ളതൊന്നും അല്ല ഇവിടുത്തെ പ്രശ്നം. കുറ്റാരോപിതനാണ്, അത് ചെറിയ കുറ്റം എന്നാൽ ആരാണ് ആരോപിച്ചിരിക്കുന്നത്? അപ്പൊ ആ പെൺകുച്ചോട് എന്ത് മാന്യത നീ കാണിക്കുന്നത്? അവളെന്ത് കള്ളം പറഞ്ഞാണോ നീ വിചാരിച്ചേ? നിന്റെ കുടുംബത്തോട് കയറി കാണിച്ച പോലെ തന്നെ വിചാരിച്ചാൽ നിന്റെ മോളാ ഇത് പറയുന്നെങ്കിൽ നീ അവനെ കൂടി തോന്നുന്നു, നീ ചിന്തിക്കണമെന്ന്. നീ മറ്റൊരു ഡയലോഗ് അടിക്കുന്നതല്ലേ? നീ അത് വലിയ മറ്റടുത്ത ആൾക്കാരാണല്ലോ. നിനക്ക് നേരത്തെ മമ്മൂട്ടി കമ്പനി എന്ന് പറഞ്ഞിട്ട് കോപ്പിറൈറ്റ് അടിച്ചപ്പോഴും മനസ്സിലായി നിന്റെ തനിനിറം എന്തുവാണ്. എടേ ചെറുത്താനെ ഒരു കേസ് പറയാം. സിദ്ദിഖ് ഇപ്പം തെറ്റുകാരൻ ആവാതിരിക്കാം. സിദ്ദിഖ് തെറ്റുകാരൻ എന്നങ്ങ് വെച്ചോ നീ പറയുന്ന പോലെ. അങ്ങനെയാണെങ്കിൽ തന്നെ സിദ്ദിഖ് വന്നിരുന്നതിന് മമ്മൂട്ടി എണീറ്റ് പോകാൻ പറയാൻ പറ്റുമോ? അല്ലെങ്കിൽ മമ്മൂട്ടി എന്താണ് അവിടെ ചെയ്യേണ്ടത്? സിദ്ദിഖിനെ അടുപ്പിക്കാതിരിക്കണോ? നീ എന്തുവാടാ പറയുന്ന കോക്കനട്ടെ? പിന്നെ ആ ഒരു കേസുമായിട്ടുള്ള വിഷയമാണെങ്കിൽ പറയേണ്ടി വന്നാൽ കൂടുതലൊക്കെ പറയേണ്ടി വരുവടെ. കുറെ എണ്ണം ഇതിന്റെ കുടയം പിടിച്ച് മുന്നോട്ട് വന്നതൊക്കെ നമ്മൾ കണ്ടത് തന്നെ, നിവിൻ പോളിയുടെ കേസ് അടക്കം. അതുകൊണ്ട് നീ അത് പിടിച്ച് ഇതിന്റെ ഇടയിൽ ഇടാതെ. നിനക്ക് ഇതിന്റെ ഇടയിൽ സിദ്ദിഖ് നിന്നെ അകത്താക്കിയതിന്റെ ചൊറിച്ചിൽ നന്നായിട്ടുണ്ട്. അതിന് നീ ഇപ്പം മമ്മൂട്ടി കൂടി ഇട്ട് താങ്ങിയിട്ട് കുറച്ച് റീച്ച് ഉണ്ടാക്കാൻ നോക്കിയതാണ്. നീ ഒരു അവരതയാണെന്ന് നീ വീണ്ടും തെളിയിച്ചു. വെറും തറകളാ, അത്രേ ഉള്ളൂ. ഇങ്ങനത്തെ സിറ്റുവേഷനിലൊക്കെ തറത്തരം പുറത്തു വരുന്ന നീ അറിയാതെ പിന്നെ കഷണ്ടി കുഷണ്ടി കടിയെന്ന് നമ്മൾ ചെയ്യുന്നത് വലിയ കാര്യമല്ല. പക്ഷേ ഇതൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ ചീപ്പാ, തേർഡ് റേറ്റ് പരിപാടികളാണ് കാണിച്ചോണ്ടിരിക്കുന്നത്. ഇത്രേ ചോദിക്കാനുള്ളൂ കേട്ടോ. നിന്റെ മോന്റെ ഭാര്യയോടാണ് അവൻ ഇത് കാണിച്ചത്. മോന്റെ ഭാര്യ എന്ന് പറഞ്ഞാൽ നീ പിന്നെ ഇവനെ വീട്ടിൽ കയറ്റുവോ? അല്ല നീ ഇവനെ കൂടെ പിന്നെ പോയി ഉണ്ടാക്കാനിരിക്കുവോ? അത്ര വിചാരിച്ചാൽ മതി. വലിയ വർത്താനം. നീ എന്തിനാടാ ദുൽഖറിനെയൊക്കെ പിടിച്ചിടുന്നത്? അതിന്റെ ഇടയില് ദുൽഖറിന്റെ ഭാര്യയൊക്കെ നീ എന്തിനാണ് പിടിച്ചിടുന്നത്? നീ കാണിക്കുന്നല്ലേ ഈ പറയുന്നല്ലേ പച്ചാപരാധം? നീ അതാദ്യം ചിന്തിക്കാം, ബോധമല്ലാത്തവനെ പറയുന്ന ആളായതുകൊണ്ടാണ്. പിന്നെ നിന്നെയൊക്കെ ഇത്രേ കണ്ടിട്ടുള്ള ആരും പറയാമല്ലോ. നീയൊക്കെ ഇത്രയൊക്കെ ഉള്ളൂ. നിനക്കൊക്കെ കാശും അല്ലെ, നിനക്ക് കുറെ വണ്ടിയും നിനക്ക് കുറച്ച് ബംഗ്ലാവും നിനക്ക് കുറച്ച് ഉടുപ്പ് മാറ്റിയിട്ട് നടക്കാനൊക്കെ ഉള്ള ബോധമൊക്കെ നിനക്കൊക്കെ ഉള്ളതെന്ന് അറിയാം. പിന്നെ ഇമാതിരി നാർക്കും കാണിക്കാൻ സാധ്യതയുണ്ട്. കാരണം ഇതാണ് പരിപാടിയെങ്കിൽ നീ ഇതുപോലത്തവനായിരിക്കും. അല്ലെ നിനക്ക് എങ്ങനെ ചെയ്യാൻ പറ്റുന്നത്? അത്രയും കമ്പനി വേണമെന്നേ. ആ കമ്പനി തൽക്കാലം ഒഴിവാക്കണം. അത്രയ്ക്കും മതി. ഇത് പബ്ലിക്കിലാണ് വന്നിരിക്കുന്നത്. ഈ കണ്ട പെണ്ണുങ്ങളെല്ലാം നീ എന്തോ കാണിച്ചു കൊടുത്തത്? ഇങ്ങനെ ഒരു പരാതി കൊണ്ട് കൊച്ചു കുറെ വർഷങ്ങളായിട്ട് നടന്ന് പീഡനം അനുഭവിച്ച കഥ മുഴുവൻ കേരളം കേട്ടതാ. അത് കഴിഞ്ഞപ്പോ ഇവനെയൊക്കെ പിടിച്ച് കൂടിയിരുന്നത് തെണ്ടിത്തരം തന്നെയാണ് മമ്മൂട്ടി. ഇത് തെണ്ടിത്തരവാ. എടാ ചെകുത്താനെ, നീ ഏത് ലെവലാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നീ നല്ല വിടല വർത്തമാനം പറയുന്നു വളരെ വ്യക്തമായിട്ട് അറിയാം. നീ മമ്മൂട്ടിയെ കുറ്റം പറഞ്ഞ് മോഹൻലാൽ ഫാൻസിന്റെ കൈയടി വാങ്ങാനും മോഹൻലാലിനെ കുറ്റം പറഞ്ഞ് മമ്മൂട്ടി ഫാൻസിന്റെ കൈയടി വാങ്ങാനും നല്ലപോലെ നോക്കുന്നുണ്ട്. ആ സമയത്ത് സിദ്ദിഖിനെ വിളിച്ചവരെ ഒന്നും കുറ്റം പറയാതെ അടുത്ത് പിടിച്ചിരുത്തിയ മമ്മൂട്ടിയെ നീ കുറ്റം പറയണമെങ്കിൽ നിന്റെ വിടല മൈൻഡ് ഏത് ലെവലിലാണ് പോകുന്നതെന്ന് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഇനി ഇതിന് താഴെ ഒന്ന് രണ്ട് കമന്റ്സ് ഒന്ന് വായിക്കാം. മോഹൻലാലിനെ കുറ്റം പറയുമ്പോൾ അതും കേട്ട് സന്തോഷിച്ചിരിക്കുന്ന മമ്മൂട്ടി ഫാൻസിന്റെ അവസ്ഥ. അണ്ണൻ റോക്കഡ്, മമ്മൂട്ടി ഫാൻസ് ഷോക്കഡ്. നിനക്കൊന്നും ബോധമില്ല, അത് സിനിമയുടെ പ്രൊമോഷനായിട്ട് അവരെല്ലാവരും വന്നിരിക്കുന്നതാണ്. പിടിച്ചിരുത്തിയതൊന്നും അത് മനസ്സിലാക്കാനുള്ള ബോധം ഇവന് ഇല്ല ബ്രോ. ഇനിയിപ്പോ സിദ്ദിഖ് കുറ്റവാളിയെന്ന് തെളിഞ്ഞ് അതിനുശേഷം നമുക്ക് ബാക്കി നോക്കാം. അന്ന് സിദ്ദിഖിനെ നിർത്തിപ്പൊരിക്കും. സിദ്ദിഖിന് ജാമ്യം കൊടുത്ത ഉൾപ്പെടെ നമ്മൾ വിമർശിച്ചിട്ടുള്ള ആൾക്കാരാണ്. എന്ന് വെച്ചിട്ട് സിദ്ദിഖ് പൊതുവായിട്ട് മമ്മൂട്ടിയുടെ അടുത്ത് ഇരുന്നെന്ന് വെച്ചിട്ട് മമ്മൂട്ടിനെ എന്തെങ്കിലും പിടിച്ച് വിഴുങ്ങാൻ പറ്റുമോ? അല്ലെങ്കിൽ ഇറങ്ങി പോടാന്ന് പറയാൻ പറ്റും? നീ ബോധത്തോടെ ചിന്തിക്കലാ ചെറുത്താൻ. നീ ഏത് സാധനമാണ് വലിച്ചു കയറ്റി കൊണ്ടുവന്നിരിക്കുന്നത്? ഇതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ബോധമില്ലാത്തവന്മാര്. മോഹൻലാലിനെ നോക്കിയപ്പോൾ മമ്മൂട്ടി ഫാൻസ് വിളിച്ചു. ഇപ്പൊ എന്താ സത്യം? മോഹൻലാലിനെ ഇവൻ പറയുമ്പോൾ മമ്മൂട്ടി ഫാൻസ് ചിരിക്കുമായിരുന്നു. ഇപ്പൊ എല്ലാത്തിനും കണക്കിന് കിട്ടിയ അവസ്ഥയാണ് ചെകുത്താൻ എന്ന് പറഞ്ഞ ഈ കാലം ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. ഇവനെയൊക്കെ പിടിച്ച് ആരാണ് ഇവിടെ കൊണ്ട് ഇരുത്തിയത്? എനിക്ക് കാണുമ്പോഴേ ചൊറിഞ്ഞു. എന്തുവാടാ നിനക്ക് കുറച്ച് വെളിവോടെ സംസാരിച്ചല്ലോ ചെകുത്താനെ? നീ എന്ത് വട്ടാ ഈ പറയുന്നേ? ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ. എന്തോ കൊള്ളാം. അങ്ങോട്ടും ഇങ്ങോട്ടും ഫാൻസ് ഫൈറ്റ് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഇടയിൽ റീച്ച് ഉണ്ടാക്കാനാണ് നിന്റെ പ്ലാനെങ്കിൽ വേച്ചായിരിക്കണം. ഇനി മമ്മൂട്ടിയും കൂടി കേസ് കൊടുത്ത് ഒന്നുകൂടി കയറി ഇറങ്ങുമ്പം നിന്റെ ഹൃദയാഘാതമൊന്നും ആൾക്കാർ നോക്കത്തില്ല. പിടിച്ച് പിഴിയും, നാട്ടുകാർ ഓട്ടിച്ചിട്ടടിയും. അത് വേണ്ടെന്നുണ്ടെങ്കിൽ മര്യാദയ്ക്കുള്ള വായം വെച്ചോണ്ടിരിക്കും. ചുമ്മാ ഇല്ലാത്ത കുത്തിത്തിരിപ്പ് നീ അങ്ങ് ഉണ്ടാക്കാനല്ലോ ചെകുത്താനെ. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ പുതിയ വീഡിയോ ഇടണം.